മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തേവലക്കര വൈദ്യുതി അപകടത്തിൽ ചീഫ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഇടപെട്ട വൈദ്യുതി മന്ത്രി. വീഴ്ച വരുത്തിയവരുടെ പേര് എടുത്ത് പറയണമെന്ന്, അവർക്കെതിരെ റിപ്പോർട്ട് വേണമെന്നും മന്ത്രി. തേവലക്കര വൈദ്യുതി അപകടത്തിൽ ചീഫ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഇടപെട്ട വൈദ്യുതി മന്ത്രി. വീഴ്ച വരുത്തിയവരുടെ പേര് എടുത്ത് പറയണമെന്നും അവർക്കെതിരെ റിപ്പോർട്ട് വേണമെന്നും മന്ത്രി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തേവലക്കരയിൽ വൈദ്യുതി ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിൽ ചീഫ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ വൈദ്യുതി മന്ത്രി ഇടപെട്ടിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ബോർഡിൻ്റെ ചീഫ് സുരക്ഷാ കമ്മീഷണർ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് നൽകിയത്. അതിൽ കാര്യമായ പരാമർശങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മൊത്തത്തിൽ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ടായ പരാജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, വൈദ്യുതി ലൈൻ 9 വർഷം മുമ്പ് അതുവഴി വലിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം 8 വർഷം മുമ്പാണ് അവിടെ അതിന് തൊട്ട് താഴെയായി ഒരു താൽക്കാലിക ഷെഡ് പണിതത്. ഇത്തരത്തിൽ ഈ 2 സംഭവങ്ങളും എടുത്തു കാണിക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കുറ്റക്കാരാരാണെന്നോ ആരാണ് കുറ്റക്കാരെന്നോ ഇല്ല. മൊത്തത്തിൽ എല്ലാവരുടെയും മുകളിലേക്ക് കുറ്റം ചുമത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം വൈദ്യുതി ലൈൻ പുനഃസ്ഥാപിച്ചിട്ടും ആ റിപ്പോർട്ടിൽ സൂചനയായി പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി ലൈൻ ഉടൻ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നുള്ളതുമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവ്യക്തമായ റിപ്പോർട്ട് അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരാരാണ്, അവരെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരം നൽകണം, അവരുടെ പേരുകൾ എടുത്തു പറയണം എന്ന് കാണിച്ചുകൊണ്ടാണ് വൈദ്യുതി മന്ത്രി തന്നെ ആ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നത്. കാരണം വലിയ തരത്തിലുള്ള വിവാദങ്ങളും ഒപ്പം പരാമർശങ്ങളും ഒക്കെ വൈദ്യുതി ബോർഡിനെതിരെയും സ്കൂളിനെതിരെയും ഒപ്പം പഞ്ചായത്തിനെതിരെയും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ഇതിലെല്ലാവരും കുറ്റാരോപിതരാണ് എന്ന തരത്തിൽ തന്നെ മന്ത്രിയും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സിസ്റ്റത്തിൻ്റെ തകരാർ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ തകരാറ് എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ ഒരു റിപ്പോർട്ട് ഒതുക്കുന്നതിനോടുള്ള വിയോജിപ്പാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ് ഇതിൽ കുറ്റം ചെയ്തിരിക്കുന്നത്? കാരണം ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരുണ്ട്. ഒപ്പം അവിടുത്തെ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അതുവഴി ആ ലൈൻ പോകുന്നു എന്നുള്ള വിവരമുണ്ടായിട്ടും അത് അഴിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഒരു കവചിത കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി ലൈൻ അതുവഴി കടത്തിവിടാനോ ശ്രമിച്ചില്ല. 8 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ഷെഡ് വൈദ്യുതി കമ്പിക്ക് അടിയിലായിട്ട് സ്ഥാപിച്ചിട്ടും അത് മാറ്റുന്നതിന് നിർദ്ദേശം നൽകാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലൊക്കെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നു നിൽക്കുമ്പോൾ ഈ വൈദ്യുതി സുരക്ഷാ കമ്മീഷണറുടെ ഈ ഒരു റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി. അതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആർക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവരുടെ പേരുകളും അല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരുകളും സൂചിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി വൈദ്യുതി ചീഫ് സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് മടക്കി അയച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിൻ്റെ മേലും ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നു. കാരണം വൈദ്യുതി മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പഴി കേട്ടിരുന്നു. കാരണം വൈദ്യുതി വകുപ്പിന് വലിയ വീഴ്ച പറ്റിയ തരത്തിലൊക്കെ ആയിരുന്നു അന്നത്തെ പഴി കേട്ടത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആ സ്കൂൾ മാനേജ്മെൻറ്റിനെ വൈദ്യുതി മന്ത്രി തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പിരിച്ചുവിട്ടിട്ട് അതിൻ്റെ അധികാര ചുമതല സർക്കാർ നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. അത്തരത്തിൽ ഓരോ നീക്കങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി നടത്തുമ്പോഴേക്കും വൈദ്യുതി വകുപ്പ് അവ്യക്തമായ ചില റിപ്പോർട്ടുകൾ നൽകി അതിലാരെയും കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകുന്നതിനോടുള്ള വിയോജിപ്പ് കൂടിയാണ് മന്ത്രി ഈ റിപ്പോർട്ട് മടക്കിയതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ദീപ്തി. ശരി. തേവലക്കര വൈദ്യുതി അപകടത്തിൽ ചീഫ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ഇടപെട്ട വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വീഴ്ച വരുത്തിയവരുടെ പേര് എടുത്ത് പറയണമെന്നും അവർക്കെതിരെ റിപ്പോർട്ട് വേണമെന്നും മന്ത്രി പറഞ്ഞു. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.